ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കംപ്ലീറ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളി എക്സാം ഓറിയന്റഡ് ആയിരിക്കും. എക്സാം തലേന്ന് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റും പോർഷൻസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. കസ്റ്റമർ ഡ്രിവൺ മാർക്കറ്റ് സ്ട്രാറ്റജി, തേർഡ് മൊഡ്യൂൾ മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻ, ഫോർത്ത് മൊഡ്യൂൾ മാർക്കറ്റിംഗ് ഓഫ് സർവീസ്, ഫിഫ്ത്ത് മൊഡ്യൂളായ ഓപ്പൺ മൊഡ്യൂളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്സ്, അതുപോലെ തന്നെ 6 മാർക്സ്, അതുപോലെ തന്നെ 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളി കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളായ ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് മാർക്കറ്റിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫൈങ് ദം ബൈ പ്രൊവൈഡിങ് പ്രോഡക്റ്റ് ഓർ സർവീസ്. അതായത് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. എന്തിലൂടെ? ബൈ പ്രൊവൈഡിങ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒക്കെ കൊടുത്തിട്ട് കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വരുന്നതാണ് നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ നേച്ചർ എന്താണെന്ന് ഇമ്പോർട്ടന്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. നേച്ചർ മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നേച്ചർ ചോദിച്ചാലും നമുക്ക് ഒരേ ആൻസർ എഴുതാൻ പറ്റും. അതായത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്, കസ്റ്റമേഴ്സിനായിരിക്കും മാർക്കറ്റിംഗ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. പിന്നെ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് വിത്ത് ട്രെൻഡ്സ് അനുസരിച്ച് അത് ചേഞ്ച് ആവും മാർക്കറ്റ്. അതുപോലെ തന്നെ ഗോൾ ഓറിയന്റഡ് ആണ്. ഏതൊരു മാർക്കറ്റിംഗിന്റെ എയിം എടുത്തു കഴിഞ്ഞാലും അവരെ എയിം മാക്സിമൈസ് ദ പ്രോഫിറ്റ്, മിനിമൈസ് കോസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈസ് ദ കസ്റ്റമർ നീഡ്സ്. അതായിരിക്കും ഏതൊരു മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇൻവോൾവ്സ് എക്സ്ചേഞ്ച്, അതായത് ബൈയിങ് ഉണ്ട് അവിടെ സെല്ലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻവോൾവ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തേർഡ് വരുന്നതാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. അതായത് സ്കോപ്പിൽ എന്തൊക്കെ പെടും? പ്രൊഡക്റ്റ് പ്ലാനിങ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്ലാനിങ് പെടും. അതുപോലെ തന്നെ പ്രൈസിങ്, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റും നല്ല രീതിക്ക്. അതുപോലെ തന്നെ നല്ല ഇൻക്രീസിങ് സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പ്രൊമോഷൻ കൂടും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഹൗ എ പ്രോഡക്റ്റ് റീച്ച് കസ്റ്റമേഴ്സ്, ഒരു പ്രോഡക്റ്റ് തന്നെ കസ്റ്റമറിലേക്ക് എത്തും ത്രൂ എ ബെറ്റർ ഡിസ്ട്രിബ്യൂഷനിലൂടെ. അതൊക്കെ അതിന്റെ സ്കോപ്പിൽ പെട്ടതാണ്. പിന്നെ മാർക്കറ്റിനെ റിസർച്ച് ചെയ്യുക, അതായത് മാർക്കറ്റിനെ മനസ്സിലാക്കാം. പിന്നെ കസ്റ്റമർ സർവീസ്, അതൊക്കെ ഈ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗിൽ പെടും. പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് യൂണിവേഴ്സിറ്റി പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ബിസിനസ് ഏൺ പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. കസ്റ്റമർ നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ഡിമാൻഡ് അത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അത് നമുക്ക് നമ്മുടെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് ഒക്കെ അത് ഇംപ്രൂവ് ചെയ്യും. അതായത് ഒരു കൂടുതൽ മാർക്കറ്റിംഗ് നമ്മുടെ ലൈഫിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഇതൊക്കെ ഫുള്ളി എൻറ്റയർലി ചേഞ്ച് ആവും. അതാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ പറയണത്. പിന്നെ പറയുന്നതാണ് ഹെൽപ്സ് ഇൻ ബിസിനസ് ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗിൽ നമുക്ക് ഒരു 5 കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, അതായത് ഫോക്കസ് ഓൺ ലോ കോസ്റ്റ് ആൻഡ് ഹൈ പ്രൊഡക്ഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുക വിത്ത് ലോ കോസ്റ്റ്. പിന്നെ വരുന്നതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, അതായത് ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലായിരിക്കും അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്, അതായത് സെല്ലിംഗ്, ആ പേരിൽ തന്നെ ഉണ്ട് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങിലായിരിക്കും കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുക. പിന്നെ മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ അവർ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യലിറ്റിക്കൽ കോൺസെപ്റ്റ്, അതായത് ഫോക്കസ് ഓൺ കസ്റ്റമർ, അതായത് സൊസൈറ്റി വെൽഫെയർ, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ സൊസൈറ്റിക്കൽ കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. 6 മാർക്സ് ഓർ 3 മാർക്സിന് നിർബന്ധമായിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ പോയിന്റ്സ് തന്നെ എഴുതാൻ പറ്റും. കസ്റ്റമർ നീഡ്സിനായിരിക്കും അത് ഫോക്കസ് ചെയ്യുക. സ്റ്റാർട്ട്സ് ബിഫോർ പ്രൊഡക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അത് മെയിനായിട്ട് നോക്കുക. അതുപോലെ തന്നെ സെല്ലിങ്ങിലേക്ക് വരാണെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൊഡക്ട്സിനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പ്രൊഡക്ഷന് ശേഷമായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഗോളാണിത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ത്രൂ സെയിൽസിൽ കൂടെ മാത്രമേ ഇതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ വരാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് മീൻസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന്. അതിൽ 2 ടൈപ്സ് ഉണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണൽ ഫാക്ടറും നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റേണലിൽ വരുന്നതാണ് അതായത് എംപ്ലോയീസ്, കമ്പനിയുടെ മാർക്കറ്റിംഗിന്റെ ഉള്ളിലുള്ളത് എംപ്ലോയീസ്, കമ്പനി പോളിസീസ്. എക്സ്റ്റേണലിൽ വരുന്നതാണ് മാക്രോ, മൈക്രോ, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്. പിന്നെ മാക്രോയിൽ വരാണ് എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ഒക്കെ. പിന്നെ 9th വരുന്നതാണ് പോർട്ട്ഫോളിയോ അപ്രോച്ച്, യൂസർ ടു അനലൈസ് ബിസിനസ് പ്രോഡക്റ്റ് ആൻഡ് ഡിസൈഡ് സ്ട്രാറ്റജീസ്. അതായത് ബിസിനസിന്റെ പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യുക, അതായത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഒക്കെ ഡിസൈഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്നതാണ് BCG മെട്രിക്സ്, അതായത് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. അതായത് ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് ഗ്രോത്ത് ആൻഡ് മാർക്കറ്റ് ഷെയർസ്. ഇത് എന്തിന്റെ ബേസ്ഡ് ആയിരിക്കും? മാർക്കറ്റിന്റെ ഗ്രോത്തിനെയും അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർസിനെയും ബേസ്ഡ് ആയിരിക്കും. അതിലൊരു 4 ടൈപ്സ് വരുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. വൈഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ GE മെട്രിക്സും പറയുന്നുണ്ട്, ജനറൽ ഇലക്ട്രിക് മെട്രിക്സ്. അതിലും ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ബിസിനസ് സ്ട്രെങ്തിനായിരിക്കും അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, അതായത് കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു, അതായത് മാനേജിങ് മാർക്കറ്റിംഗ് വർക്ക്. പിന്നെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വേഴ്സസ് സെല്ലിംഗ് എന്താണെന്ന് പഠിച്ചു. അതിന്റെ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചു. പിന്നെ BCGയും GE മെട്രിക്സും നമ്മൾ പറഞ്ഞു. അതായത് ടൂൾസ് ടു അനലൈസ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യാനുള്ള ടൂളാണ് BCG ആൻഡ് GE മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയാണ് മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 2 അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് മൊഡ്യൂളായ കസ്റ്റമർ ഡ്രിവൺ മാർക്കറ്റ് സ്ട്രാറ്റജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ മീൻസ് ഡിവൈഡിങ് എ ബിഗ് മാർക്കറ്റ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വിത്ത് സിമിലർ നീഡ്സ്. ഡെഫിനിഷൻ ആണിത്. സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് വലിയൊരു മാർക്കറ്റിനെ കസ്റ്റമേഴ്സിന്റെ സിമിലർ നീഡ്സ് അനുസരിച്ച് സ്മോൾ പാർട്സ് ആക്കിയിട്ട് മാറ്റാം. അതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, കസ്റ്റമേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മാർക്കറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഈച്ച് ഗ്രൂപ്പ് ട്രീറ്റഡ് ഡിഫറെന്റ്ലി, ഈച്ച് ഗ്രൂപ്പും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക കോൺസെപ്റ്റിൽ കേട്ടോ. പിന്നെ തേർഡ് വരുന്നതാണ് ലെവൽ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്സിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വരാണ് മാസ് മാർക്കറ്റിംഗ്, അതായത് 1 പ്രൊഡക്റ്റ് ഫോർ ഓൾ. സെക്കൻഡ് വരുന്നതാണ് സെഗ്മെന്റ് മാർക്കറ്റിംഗ്, ഡിഫറെന്റ് പ്രോഡക്ട്സ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്. ഡിഫറെന്റ് ഗ്രൂപ്പ്സിനും ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് മാർക്കറ്റിംഗ്, ഫോക്കസ് ഓൺ സ്മോൾ സ്പെസിഫിക് ഗ്രൂപ്പ്, അതായത് സ്മോൾ സ്പെസിഫിക് ഗ്രൂപ്പിനായിരിക്കും അത് ഫോക്കസ് ചെയ്യുക. മൈക്രോ മാർക്കറ്റിംഗ്, അതായത് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനായിരിക്കും അത് ഫോക്കസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അതിൽ നമുക്ക് 4 മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ബേസിസ് വരുന്നുണ്ട്. ഇതും വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതായത് ജോഗ്രഫിക്, ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറൽ. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പഠിക്കണം. പിന്നെ വരാണ് ഫാക്ടേഴ്സ് ഫോർ എഫക്റ്റീവ് സെഗ്മെന്റേഷൻ. എഫക്റ്റീവ് സെഗ്മെന്റേഷന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് മെഷറബിൾ ആണ്, അതുപോലെ തന്നെ ആക്സസബിൾ, സസ്റ്റൈനബിൾ, അതുപോലെ തന്നെ ആക്ഷനബിൾ ആണ്, ക്യാൻ സർവ് ദം. പിന്നെ വരുന്നതാണ് ടാർഗറ്റിംഗ്. ടാർഗറ്റിംഗിന്റെ സ്ട്രാറ്റജീസും എന്താണ് ടാർഗറ്റിംഗ്? ടാർഗറ്റിംഗ് മീൻസ് സെലക്ടിങ് 1 or more segment to serve. അതായത് ചൂസിങ് ദ റൈറ്റ് കസ്റ്റമർ ടു സെൽ എ പ്രോഡക്റ്റ്. സിമ്പിളി പറയുകയാണെങ്കിൽ, അതായത് റൈറ്റ് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുക ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സ്ട്രാറ്റജീസ് ഒരു 4 നമുക്ക് പഠിക്കാനുണ്ട്. അൺഡിഫറൻഷിയേറ്റഡ്, പിന്നെ ഡിഫറൻഷിയേറ്റഡ്, കോൺസെൻട്രേറ്റഡ്, അതുപോലെ തന്നെ മൈക്രോ മാർക്കറ്റിംഗ്.
സ്ക്രീനിൽ ഞാൻ എൻ്റെ ഡെഫിനിഷൻ വിത്ത് സിമ്പിൾ ആൻസേഴ്സ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ക്രിയേഷനിൽ എഴുതാൻ പറ്റും. പിന്നെ വരുന്നതാണ് പൊസിഷനിങ്. അതായത് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിങ് മീൻസ് ക്രിയേറ്റിംഗ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ കസ്റ്റമേഴ്സ് മൈൻഡ്. കസ്റ്റമേഴ്സ് മൈൻഡിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ പ്രൈസ് ആയിരിക്കും, അതായത് ലോ പ്രൈസിനായിരിക്കും ബേസ്ഡ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്വാളിറ്റി ബേസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ യൂസ് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഫീച്ചർ ബേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് ആൻഡ് യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണും വാങ്ങിക്കുക, അതുപോലെ തന്നെ യൂസ് ചെയ്യുക, ഗുഡ്സ് ഓർ സർവീസ് വാങ്ങിക്കുക, അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൺസ്യൂമർ ബിഹേവിയറിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ മീൻസ് ഹൗ പീപ്പിൾ ഡിസൈഡ് വാട്ട്, വെൻ ആൻഡ് ഹൗ ടു ബൈ. അതായത് പീപ്പിൾ ഡിസൈഡ് ചെയ്യും എപ്പോൾ വേണം, എങ്ങനെ വാങ്ങിക്കണം, അതൊക്കെ ഉൾപ്പെട്ടതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയറിൽ നമുക്കൊരു 4 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് ട്രഡീഷന്, അതൊക്കെ അതിൽ ബേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഫാമിലി, ഫ്രണ്ട്സ്, അതൊക്കെ എഫക്ട് ചെയ്യും കൺസ്യൂമർ ബിഹേവിയറിന്. അതുപോലെ തന്നെ പേഴ്സണൽ ഫാക്ടർ, അതായത് ഏജ്, ഇൻകം. ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ ഇൻകം ആയിരിക്കില്ല ഒരു ടീച്ചറിനുള്ള ഇൻകം, അതൊക്കെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ, പെർസെപ്ഷൻ, അതായത് കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാട് ആയിരിക്കില്ല നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട്. എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമാവും ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, പക്ഷെ എൻ്റെ കൂടെ വരുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക, അതായത് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുമല്ലോ, ആടാ ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, അങ്ങനെ കാണിക്കുന്ന ഫാക്ടർ ആണ്. അതൊക്കെ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്ട് ചെയ്യും. പിന്നെ റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പറയുകയാണെങ്കിൽ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമേഴ്സിനെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ പ്ലാനിങ്ങിൽ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് മാർക്കറ്റ് സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ പറഞ്ഞാൽ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്. അതിലൊരു 5 പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ട്. നീഡ് റെക്കഗ്നൈസേഷൻ, ഇൻഫോർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ, പർച്ചേസ് ഡിസിഷൻ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പിന്നെ നമുക്ക് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമ്മളുടെ മൊഡ്യൂൾ 2 വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതിൽ സെഗ്മെന്റേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ടാർഗറ്റിംഗ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ പൊസിഷൻ എന്താണെന്ന് നോക്കി, കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ബൈയിങ് പ്രോസസ്സും എന്താണെന്ന് നോക്കി. ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 2 വരുന്ന ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്.